എന്താണ് മെഡിക്കൽ കോഡിംഗ്? നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോവാറുണ്ട്, ഫയൽസ് എടുക്കാറുണ്ട്. ഈ ഫയലിൽ വരുന്ന ഡീറ്റെയിൽസ്, എന്താണ് അസുഖം, എന്താണ് ട്രീറ്റ്മെന്റ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസിനെ ആൽഫ ന്യൂമറിക് കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയാം. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് R50.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീവർ ആണ്. അതുപോലെ ഡയബറ്റീസിന്റെ കോഡ് വരുന്നത് E11.9 ആൻഡ് ഹൈപ്പർ ടെൻഷന്റെ കോഡ് വരുന്നത് I10. ഇത് യൂണിവേഴ്സൽ കോഡാണ്. ലോകത്ത് എവിടെ പോയിട്ട് I10 എന്ന് പറഞ്ഞാലും അത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഡിസീസിന്റെ കോഡാണ്. ഇനി ട്രീറ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോൺസിലെക്ടമി, അപ്പൻഡിസെക്ടമി, നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറെ അസുഖങ്ങളാണ്. ഇതിന്റെ കോഡാണ് 42820. 42820 എന്ന് പറഞ്ഞ നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ടോൺസിലെക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയറിന്റെ കോഡാണ്. അതേപോലെ അപ്പൻഡിസെക്ടമി ആണെങ്കിൽ 44950. ഇത് അപ്പൻഡിസെക്ടമി എന്ന് പറഞ്ഞ സർജിക്കൽ പ്രൊസീജിയറിന്റെ കോഡാണ്. വൈ മെഡിക്കൽ കോഡിംഗ്? നമ്മൾ എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന് നോക്കി. ഇനി എന്തിനാണ് ഈ മെഡിക്കൽ കോഡിംഗ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും നമ്മൾ മെഡിക്കൽ കോഡിംഗ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ ഒരുപാട് യൂസസ് ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ടും ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു കോഴ്സ് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. നമുക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും പഠിക്കാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സസ് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല, ലൈവ് ആയിട്ട് വീഡിയോസും PPT പ്രസന്റേഷൻസും അതേപോലെ ബോർഡൊക്കെ യൂസ് ചെയ്താണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഓൺലൈൻ ക്ലാസ് തന്നെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന് ഗ്രൂപ്പ് ക്ലാസ്, അതേപോലെ ഇൻഡിവിജ്വൽ ക്ലാസ്. ഗ്രൂപ്പ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിൽ ബാച്ചസ് ഉണ്ടാവും. 10 മണി, 12 മണി, 2 മണി, 4 മണി, 7 മണി, 8 മണി, ഈ ടൈമിലൊക്കെ നമുക്ക് ബാച്ചസ് ഉണ്ട് എല്ലാ മാസങ്ങളിലും. ആ ബാച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ആ സമയത്തായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഡെയിലി 1.5 മണിക്കൂറാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും. ലൈവ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. ഇനി ഇൻഡിവിജ്വൽ ക്ലാസ്, പലപ്പോഴും പലർക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടാവും. അവരുടെ ജോലി കാരണമോ അല്ലെങ്കിൽ വർക്ക് കാരണമോ പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പാരൻസോ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും അവരുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിന്, അവർക്ക് പ്രിഫർ ചെയ്യുന്ന ടൈമിന് നമ്മളൊരു ഇൻഡിവിജ്വൽ ട്രെയിനറെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. 1-to-1 ക്ലാസ് ആണ് ഉണ്ടാവുക. ഡെയിലി 1.5 മണിക്കൂറായിരിക്കും. ആ ഒരു ടൈം നിങ്ങൾക്ക് തന്നെ പ്രിഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളും ആ ഒരു ടീച്ചറും തമ്മിലുള്ള 1-to-1 സെഷൻ ആയിരിക്കും ഇൻഡിവിജ്വൽ ക്ലാസ്സസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ണൂർ മുതൽ കോട്ടയം വരെ 7 ബ്രാഞ്ചസ് ആണ് വരുന്നത്. ഈ 7 ബ്രാഞ്ചസിലായിട്ടായിരിക്കും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവുക. അതിൽ തന്നെ ടൈമിംഗ് വരുന്നത് 10 to 1 PM ആണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ടൈം വരുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സ് വരുന്നത്. അതുപോലെ തന്നെ 3 മാസത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ കൂടെ എക്സാം പ്രിപ്പറേഷൻ, 1.5 മാസത്തെ എക്സാം പ്രിപ്പറേഷനും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. AAPCയുടെ അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സിൻ്റെ CPC എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ കിട്ടുന്നത്. CPC എന്ന് പറയുന്നത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. ഇതൊരു ഇന്റർനാഷണൽ വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഒരു US സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് ഇതിൻ്റെ എക്സാം എങ്ങനെയാണ് ഉണ്ടാവാൻ നോക്കാം. എക്സാം, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എക്സാം ഒരു ഓപ്പൺ ബുക്ക് എക്സാം ആണെന്നാണ്. നമ്മളെല്ലാവരും പണ്ടത്തെ കാലത്തൊക്കെ ബുക്ക് നോക്കി കോപ്പി അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത CPC എക്സാം ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്ക് തുറന്നു വെച്ച് നോക്കി എക്സാം എഴുതാം. ഇതൊരു ഓൺലൈൻ എക്സാം ആയിരിക്കും. കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം, അങ്ങനെ ഒരുപാട് സെൻറ്റേഴ്സ് കേരളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. നെഗറ്റീവ് മാർക്സ് ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്സ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നില്ല. 100 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 70 ആണ് പാസ് മാർക്ക് വരുന്നത്. ഇൻ കേസ് നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങൾക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാം ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അറ്റംപ്റ്റും കൂടെ 2 അറ്റംപ്റ്റ് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻ കേസ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അറ്റംപ്റ്റും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഹോസ്പിറ്റൽ സെക്ടേഴ്സ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് മെഡിക്കൽ കോഡിങ്ങിൻ്റെ IT കമ്പനീസ്, ക്ലിനിക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. നമ്മളുടെ പ്ലേസ്മെൻറ്റ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് മെഡിക്കൽ IT കമ്പനീസിലാണ്. ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, ബോംബെ, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മെഡിക്കൽ IT കമ്പനീസ് ഉണ്ട് മെഡിക്കൽ കോഡിങ്ങിൻ്റെ. അവിടെയാണ് നമ്മളുടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൂടുതലായിട്ടും വരുന്നത്. 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ആണ് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ആവറേജ് സാലറി പാക്കേജ് നോക്കാം. നിങ്ങളൊരു സർട്ടിഫൈഡ് മെഡിക്കൽ കോഡർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് 18K to 32K വരെ ഫ്രഷേഴ്സിന് കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഓരോ കമ്പനിയും ഓരോ പോലെയാണ്. ചില കമ്പനികൾ 18K സ്റ്റാർട്ട് ചെയ്യാം, 20K, 25K, 32 വരെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇതിൻ്റെ കൂടെ
അലവൻസസ് ഒക്കെ വരുന്നുണ്ട്. ESI, PF കാര്യങ്ങളൊക്കെ തുടങ്ങിയ എല്ലാ അലവൻസും ഇൻസെൻറ്റീവ്സും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള എക്സ്ട്രാ അലവൻസും ഒക്കെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈ ആരോൺ അക്കാഡമി? 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആരോൺ അക്കാഡമി. മോർ ദാൻ 10K സ്റ്റുഡൻസ് ഞങ്ങളിലൂടെ ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 6500+ പ്ലേസ്മെന്റ്സ് നമുക്ക് ടിൽ ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഞങ്ങൾക്ക് കോഴിക്കോട്, എറണാകുളത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വെച്ചിട്ട് ജോബ് ഡ്രൈവ്സ് കണ്ടക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, നമ്മൾ കോഴ്സ് പഠിപ്പിച്ച് അല്ലെങ്കിൽ ജോബ് ഡ്രൈവിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സെഷൻസ് കൊടുക്കാറുണ്ട്. അതേപോലെ ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 50+ ടീച്ചേഴ്സ്, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ ടീച്ചിങ് പാനലിലുള്ളത്. 98% ഗ്ലോബൽ റെക്കോർഡ് നേടി തന്നിട്ടുള്ള ഒരു വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് APC CPC എക്സാമിൽ ഗ്ലോബൽ ടോപ്പറായിട്ട് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. 98% ആണ് ആൾ സ്കോർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞങ്ങളുടെ ഒരു എക്സാം പ്രിപ്പറേഷൻ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 1.5 മാസം 45 ഡേയ്സ് എക്സ്ക്ലൂസീവായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സാം പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മളത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് അവരുടെ കൂടെ ഇരുന്ന് എക്സാം എഴുതുന്നവരെ സപ്പോർട്ട് ചെയ്ത് 20ഓളം മോക്ക് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ കൊടുക്കുന്നത്. നമ്മുടെ എക്സാം ഓൺലൈൻ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനിലും നമ്മളൊരു എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള മോഡലും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അടുത്തത് സ്ട്രോങ് ഇൻഡസ്ട്രി കണക്ഷൻ ആണ്. 2016 മുതൽ ഞങ്ങൾ ഒരുപാട് കമ്പനിയായിട്ട്, മെഡിക്കൽ കോഡിംഗ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജോബ് ഡ്രൈവ്സും പ്ലേസ്മെന്റ്സും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, ബോംബെ, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മെയിൻ മെഡിക്കൽ കോഡിംഗ് കമ്പനീസുമായിട്ടാണ് ഞങ്ങൾ ടൈപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വേക്കൻസി വരുന്ന സമയത്ത് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ഹൗ ടു എൻറോൾ. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സ്റ്റുഡൻറ് കൗൺസിലറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രീ സൂം വെബിനാർ ഉണ്ട്. നമ്മൾ എല്ലാ വീക്സും മെഡിക്കൽ കോഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വെബിനാർ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ആ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സും നല്ലൊരു ജോലിയും നല്ലൊരു ഭാവിയും നേടാം. ഓൾ ദി ബെസ്റ്റ്.